ഒരു ശക്തമായ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല, നമ്മളുടെ രാജ്യം കത്തിയമർന്നത്, വലിയ കലാപമുണ്ടായത്, കഴുത്തറക്കപ്പെട്ട കൊലപാതകങ്ങൾ അനവധി നടന്നത് ഒരു ചാനൽ ചർച്ചയുടെ പേരിലായിരുന്നു. ആ ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവായി പങ്കെടുത്തത് നൂപുർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ വക്താവായിരുന്നു. ആ ചാനൽ ചർച്ചയിൽ നടത്തിയ ചില പരാമർശങ്ങൾ, പ്രവാചക നിന്ന ഇല്ലെങ്കിൽ പ്രവാചകനെതിരെയുള്ള പരാമർശങ്ങൾ എന്ന രീതിയിൽ അത് വലിയ വിവാദമായി മാറുകയും രാജ്യത്ത് വലിയ കലാപമായി മാറുകയും അനവധി പേരുടെ കഴുത്തറക്കൽ കൊലപാതകം, അതായത് ഭീകരവാദികൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ആ കൊലപാതക മോഡൽ കൊലപാതകം അരങ്ങേറിയതുമൊക്കെ ഈ പ്രസ്താവനയുടെ പേരിലായിരുന്നു. അതിനുശേഷം BJP അവരെ വക്താവ് സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇതാ നൂപുർ ശർമ്മ മടങ്ങി വരുന്നു, അതും ശക്തമായ റോളിൽ, രാജ്യം ശ്രദ്ധിക്കുന്നതായ ഒരു റോളിലേക്ക് അവർ മടങ്ങി വരുന്നു. സോണിയാഗാന്ധി 2004 മുതൽ മത്സരിച്ച് തുടർച്ചയായി ജയിക്കുന്ന കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് നൂപുർ ശർമ്മ മത്സരിക്കുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ABUPയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ നൂപുർ ശർമ്മ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ച പാരമ്പര്യമുണ്ട്. ഏതായാലും നൂപുർ ശർമ്മ റായ്ബറേലി പിടിക്കാനായി UPയിലെത്തുകയാണെങ്കിൽ എല്ലാ കണ്ണുകളും നൂപുർ ശർമ്മയിലേക്ക് എത്തും. കാരണം നൂപുർ ശർമ്മ ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണ്. ഒപ്പം തന്നെ അവർക്ക് പോലീസ് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകുകയുണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. വലിയ രീതിയിൽ തന്നെ ഹൈന്ദവ സംഘടനകൾ പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അന്ന് BJPയുടെ വക്താവ് സ്ഥാനത്തു നിന്നും മറ്റും അവരെ നീക്കിയപ്പോൾ വലിയ പ്രതിഷേധം BJPക്കെതിരെ തന്നെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും നൂപുർ ശർമ്മ മടങ്ങി വരുന്നു പൂർവാധികം ശക്തിയായി തന്നെ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.